അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. സത്യവിശ്വാസികളായ നാമൊക്കെ മരണശേഷം ഖബറിൽ ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ്. ആ ഖബർ ജീവിതത്തിൽ നമുക്ക് സാന്ത്വനമാകുന്ന ഒരു പ്രവർത്തനം പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായിരിക്കുന്ന ഉഖബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്. ഈ ഹദീസ് ഇമാം ത്വബറാനി തങ്ങൾ തന്റെ മുഅ്ജമിലും ഇമാം ബൈഹഖി തങ്ങൾ തന്റെ ശുഅബുൽ ഈമാനിലും കൊണ്ടുവന്നതാണ്. പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന സ്വദഖത ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ. തീർച്ചയായിട്ടും സ്വദഖ ചെയ്യുന്നത്, ദാനം നൽകുന്നത്, ലതുത്ഫിഉ അൻ അഹ്ലിഹാ ഹർറൽ ഖുബൂർ, ആ സ്വദഖ ചെയ്ത ആളുടെ ഖബറിലുള്ള തീയിനെ, ഖബറിലുള്ള ചൂടിനെ ശമിപ്പിക്കാൻ മാത്രം പ്രാപ്തമായ ഒരു കർമ്മമാണ്. വഇന്നമാ യസ്തളില്ലുൽ മുഅ്മിനു യൗമൽ ഖിയാമത്തി ഫീ ളില്ലി സ്വദഖതിഹി. ഖിയാമത്ത് നാളിൽ ഒരു വിശ്വാസി നിലകൊള്ളുന്നത്, അവന് തണൽ ലഭിക്കുന്നത്, നിഴൽ ലഭിക്കുന്നത് അവന്റെ സ്വദഖയുടെ തണലിലാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് പുണ്യ റസൂൽ ഹദീസ് പൂർത്തീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്താണ് സ്വദഖ? സ്വദഖ എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഖ്യ കൊടുക്കുക എന്നർത്ഥമില്ല. കഴിവുള്ളവർ 1 രൂപയാണെങ്കിൽ അത്, കഴിവനുസരിച്ച് കൂടിയാലും കുറഞ്ഞാലുമൊക്കെ നമ്മുടെ മനസ്സിന്റെ അകത്ത് നിന്നും വരുന്ന നീയത്താണ്. എത്ര കുറഞ്ഞു പോയാലും നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണത്തിൽ നിന്നൊരൽപ്പം എടുത്തു കൊടുക്കുന്നതും സ്വദഖയാണ്. നമുക്കുപയോഗിക്കാൻ വേണ്ടി വാങ്ങിയ വസ്ത്രങ്ങളിൽ പലതും അത്യാവശ്യത്തിനേക്കാൾ കൂടുതലുള്ളതാകുമ്പോൾ ആവശ്യമുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നത് അതും സ്വദഖയാണ്. പ്രത്യേകിച്ചും ഗൾഫ് രാഷ്ട്രങ്ങളിൽ നമ്മുടെ വസ്ത്രമൊക്കെ സ്വരൂപിച്ചുകൊണ്ട് അത്യാവശ്യമായ മറ്റു നാടുകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കാനുള്ള സാഹചര്യം കൂടി ഇവിടുത്തെ ചാരിറ്റികൾ ചെയ്യുമ്പോൾ അതൊക്കെ ഉപയോഗപ്പെടുത്തി സ്വദഖയുടെ കൂലി നേടാനുള്ള അവസരമുണ്ട്. അതോടൊപ്പം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാ, അംറും ബിൽ മഅറൂഫി സ്വദഖ നഹ്യുൻ അനിൽ മുൻകരി സ്വദഖ. നല്ല കാര്യം പഠിപ്പിക്കുന്നതും അറിയിച്ചു കൊടുക്കുന്നതും സ്വദഖയാണ്. ചീത്ത കാര്യം വിരോധിക്കുന്നത് സ്വദഖയാണ്. ഇമാതത്തുൽ അദ അനി തരീഖി സ്വദഖ. വഴിയെ തൊട്ട് പ്രയാസങ്ങൾ നീക്കം ചെയ്യുന്നത് സ്വദഖയാണ്. ഇങ്ങനെ ഒരുപാട് വഴികളാണ് സ്വദഖയ്ക്ക് വേണ്ടി തുറന്നു കിടക്കുന്നത്. ഇതോട് ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു ഹദീസ് പുണ്യ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ കേട്ട് പരിചയിച്ചതാ, 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണലുണ്ട് എന്ന്. ആ അർശിന്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗത്തിൽ പുണ്യ റസൂൽ എണ്ണി പറഞ്ഞത്, വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ ഹത്താ